പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി ധൃതിയിൽ ഓഫീസിലേക്ക് ഓടുമ്പോഴാണ് ആരുമായ കൂട്ടിമുട്ടുന്നത്. ആള് വീണെന്ന് മനസ്സിലായതും വേഗം ഓട്ടം നിർത്തി പിടിച്ചെഴുന്നേൽപ്പിച്ച് സോറി പറഞ്ഞതേ ഓർമ്മയുള്ളൂ. കണ്ണുപൊട്ടുന്ന ചീത്തയായിരുന്നു. എന്നെ അടിച്ചിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ വീണ് പോട്ടെ, എന്റെ ഫോൺ നോക്കിത്താൻ, അതും പൊട്ടി. നിങ്ങൾക്കിതൊക്കെ പുത്തിരിയല്ലായിരിക്കും, പക്ഷെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വാങ്ങിയെന്നറിയത് എനിക്ക്. ചേച്ചി ഞാൻ ആരുടെ നിന്റെ ചേച്ചി? നിനക്കെന്നെ കണ്ടിട്ട് അത്രയ്ക്ക് പ്രായം തോന്നുന്നുണ്ടോ? എന്നെ പറഞ്ഞ് മുഴുമിക്കാൻ സമ്മതിക്കാതെ ആ പെണ്ണിന്റെ നേർക്ക് ചാടാൻ തുടങ്ങി. എന്റെ അമ്മോ, അല്പം ബഹുമാനം കൊടുത്താ ഇതെനിക്ക് തന്നെ കുരിശായല്ലോ. ഇവളോട് സംസാരിച്ചാൽ എംഡിയുടെ വായിൽ എല്ലാ ചീത്തയും കേൾക്കേണ്ടി വരുമെന്നോർത്ത് ഞാൻ പറഞ്ഞു. അല്ല, അത് കേൾക്കേണ്ടെന്ന് വെച്ചാണല്ലോ ഓടിയത്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു പെങ്ങളെ, ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ, തനിക്ക് എത്ര രൂപകൾ ഞാൻ തരാം. ഡോ താനീ നോക്ക്. അതും പറഞ്ഞ അവൾ കയ്യിലെ ഫോൺ കാണിച്ചു. സത്യം പറയാലോ, എന്റെ ഫോണാണ് ഇങ്ങനെ ആയതെങ്കിൽ ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മുഖത്തിന് പൊട്ടിച്ചേനെ. ചിലന്തി വല നെയ്ത പോലെയുണ്ട്. ഞാൻ ദയനീയമായി അവരെ നോക്കി. എനിക്ക് ഈ സെറ്റ് ഫോൺ തന്നെ വേണം. അവൾ പറഞ്ഞു, ഇതെന്താ കൊച്ചുകുട്ടിയോ വാശി പിടിക്കാൻ? മനസ്സിൽ ചിന്തിക്കാതിരുന്നില്ല. ഞാൻ യാന്ത്രികമായി തലയാട്ടി വേഗം അവരെയും കൊണ്ട് മൊബൈൽ ഷോപ്പിലേക്ക് കയറി. ഇപ്പൊ പുള്ളിയുടെ മുഖത്ത് കനൽപ്പം കുറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ഒരു സാംസങ്ങിന്റെ ഫോൺ വേണം. അയാൾ എടുത്തെന്നു ഞാൻ അവൾ കാണിച്ചു കൊടുത്തു. ഇത് മതിയോ എന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് അവൾ മതിയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതിന് കാശും കൊടുത്തിറങ്ങി. അപ്പോൾ ഒരു മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു. ലോ ലവൾ കണ്ട എന്നെക്കാളും മൂത്താണ്. വിളിക്കണം. ഒരു നിമിഷം ചിന്തിച്ചു. ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. അല്ല, ഞാനല്ലേ അവിടെ ഫോൺ നശിപ്പിച്ച്. ഏതായാലും ഇന്ന് എംഡിയുടെ വായിൽ ചീത്ത ഉറപ്പായത് ഞാൻ വിളിച്ചു. ഹലോ. വിളി കേട്ടത് അവൾ തിരിഞ്ഞു. ഗൗരവത്തോടെ എന്നെ നോക്കി. അല്ല, തനിക്ക് എത്ര വയസ്സായി? എനിക്ക് 25. എന്തേ? അല്ല, എനിക്ക് 22 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചേച്ചിന്ന് വിളിച്ചാൽ എന്താ തെറ്റ്? ഞാൻ ചോദിച്ച അവളിനെ ഒരു കൂർത്ത നോട്ടം നോക്കി. അങ്ങനെ ചേച്ചി എന്ന് വിളിച്ച് എന്നെ ബഹുമാനിക്കണ്ട, അത്ര പ്രായമൊന്നുമില്ല എനിക്ക്. അതാ ദേഷ്യപ്പെട്ടത്. ഇത്തവണ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഫോൺ കിട്ടിയ സന്തോഷം മുഖത്തുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. എന്നോടുള്ള ഈഗോ തന്നെ. ഓ ഓക്കെ. പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടില്ലൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് വാങ്ങിയെന്നറിയാം. ഓരോ മാസത്തെ സാലറിയും കൂട്ടി വെച്ച് വാങ്ങിയതാ. അതാ ദേഷ്യപ്പെട്ട്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഫോൺ വാങ്ങി തന്നപ്പോഴും നിങ്ങളുടെ ഈ കോട്ടും സൂട്ടും കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ വലിയ കമ്പനിയിലെ ആളാണെന്ന്. മാത്രമല്ല അതിലേറെ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്ന്. സോറി സർ. ഒരു മാത്രം ഞാൻ ഞെട്ടി. കാരണം ഇത്രയും നേരം ചീത്ത വിളിച്ചവളാണ് എന്നെ പൊക്കിയത്. ഞാൻ ധൃതംഗ പുളകിതനായി. അല്പം കെറ്റപ്പെട്ട് നിന്നു. ഞാൻ അല്പം പൊങ്ങിയ പോലെ തോന്നി. ഓക്കെ. ഞാൻ ചിരിച്ചു. എന്തോ പാവം തോന്നി. നേർമയോടെയാണ് സംസാരം. ദേഷ്യം മനസ്സിൽ നിന്നെല്ലാം മാഞ്ഞു പോകും പോലെ. ആ പറച്ചിൽ തന്നെ എന്നെ മാറ്റിയെടുത്തു. എവിടെയാ വീട്? ഇവിടെ അടുത്താണോ? ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഞാനും പിന്നെ എന്തൊക്കെയോ സംസാരിച്ചു. അവളും കുറെ സംസാരിച്ചു. സത്യത്തിൽ എനിക്ക് അതിശയമായിരുന്നു. ഞാൻ പോലും അറിയാതെ ഇത്ര സംസാരിച്ചു. ആ സമയം കൊണ്ട് തന്നെ അവൾ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. പിന്നെ അവള് സംസാരം നിർത്തിയപ്പോഴാണ് ഞാനും നിർത്തിയത്. അപ്പൊ ഞാനിനി ചേച്ചിന്ന് വിളിക്കില്ല. അല്ല, തന്റെ പേര്? ബെസ്റ്റ്. ഇപ്പോഴാണ് പേര് ചോദിക്കുന്നത്? ചിരിയോട് ചോദിച്ചാൽ ഞാൻ ചമ്മിയെ ചിരിച്ചു. എൻ്റെ പേര് നീലിമ. തൻ്റെയോ? എൻ്റെ പേര് ഗിരീഷ്. ഞാനും ചോദിക്കാൻ വിട്ടു. ചമ്മലോട് അവൾ പറയുമ്പോൾ ഞാൻ ചിരിച്ചതേ ഉള്ളൂ. അവ പിന്നെ കാണാം. അതും പറഞ്ഞവൾ പോയി. അതും നോക്കി ഞാൻ നിന്നു. അപ്പോഴാണ് എംഡിയുടെ കാര്യം ഓർമ്മ വന്നത്. സമയം നോക്കി 10:45. ദൈവമേ, 3/4 മണിക്കൂർ വൈകി നിന്നെ നിർത്തി പൊരിക്കു വാങ്ങിയത്. കമ്പനിയിലെ സ്റ്റാഫാണല്ലോ ഞാൻ. നേരെ ബൈക്കിൽ ഓഫീസിലേക്ക് വിട്ടു. ബോസിന്റെ മുറിയിലേക്ക് നടന്നു. അവിടെ എത്തി ശരിയാക്കാൻ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം മേശമേൽ വെച്ച് എന്നെ കണ്ടതും അഗ്നിപർവ്വതം പൊട്ടിയിരുന്നു. ബോസ് എൻ്റെ സ്വന്തം ഏട്ടനാ, എൻ്റെ ഹരിയേട്ടൻ. വെറുതെ വിടില്ല. കമ്പനിയിലെ ഏട്ടനും അനിയനൊന്നുമില്ല, എൻ്റെ ബോസ് തന്നെയാണ്. ഒരുപാട് ബ്ലാ ബ്ലാ പറഞ്ഞു. ഞാനൊക്കെ കേട്ട് നിന്നു. ഗിരി ദേഷ്യത്തിൽ വിളിച്ച് മുഖമുയർത്തി. എന്താ വയ്യത്? അത് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി. വളരെ വിനയത്തോടെ നിഷ്കളങ്കമായി പറഞ്ഞു. അല്ലെങ്കിലും ആക്ടിങ്ങിൽ ഞാനൊരു പുലിയാ. നുണയാണെങ്കിലും വിശ്വസിച്ചു പോകും. പക്ഷെ ഇവിടെ നിൽക്കുന്ന സ്വന്തം ഏട്ടനാ. ഞാനറിയാത്ത എന്ത് ഹോസ്പിറ്റൽ കേസാണ് എനിക്കുള്ളത്. അത് വഴിയിൽ വെച്ച് ഒരാളെ വണ്ടി ഇടിച്ചപ്പോൾ അയാളെ സഹായിച്ചു. തല താഴ്ത്തിയാണ് പറഞ്ഞു. അനക്കൊന്നില്ലെന്ന് കണ്ട് മുഖമുയർത്തിയതും എന്നെ ഇപ്പൊ വിഴുങ്ങിയെന്ന ഭാഗത്തിൽ നിൽക്കുന്ന ഏട്ടൻ. നീ എന്നെ കൂടെ പറയിപ്പിക്കരുത്. ഫുട്ബോൾ കളിക്കാൻ പോയി നേരം വൈകിറങ്ങിയാണെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. പല്ലി അടിച്ചു പറഞ്ഞ് ഞാൻ അമ്മയെ നന്നായി സ്മരിച്ചു. ഏട്ടനോട് പറയില്ലെന്നൊക്കെ സത്യം ചെയ്ത് പറ്റിച്ചു അമ്മ. വീട്ടിൽ നിന്ന് കണ്ണായെന്ന് വിളിച്ച് വരുമല്ലോ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഇനി എങ്ങാനും ഇങ്ങനെ ഉണ്ടായാ ഒരു താക്കീത് പോലെ പറഞ്ഞു. പോയി പണി. അലറിയതും ഞാൻ മെല്ലെ ഇറങ്ങി. പിന്നെ വാതിക്കലെത്തിയത് ഓടി വന്ന് ഹരിയേട്ടന്റെ കവിളിലൊന്ന് മുത്തി. സോറി ഏട്ടാ. അതും പറഞ്ഞ് ഓടിയപ്പോൾ ഹരിയേട്ടന്റെ ക്യാബിൽ നിന്നിറങ്ങുമ്പോൾ ഏട്ടന്റെ ചുണ്ടിലെ ചിരി കാണാമായിരുന്നു. ഏട്ടൻ ദേഷ്യപ്പെടാൻ സോപ്പിട്ട് മയക്കല എൻ്റെ പണി. അത് ഏട്ടനെ അറിയുകയും ചെയ്യാം. ഏട്ടന് എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ കഴിഞ്ഞേ മറ്റാരുള്ളൂ എനിക്കും. പിന്നെ ഓരോന്നോർത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് അവളെ ഞാൻ ഓർത്തിരുന്നു. നീലിമേ, ഫോൺ നമ്പർ വാങ്ങായിരുന്നു, മറന്നുപോയി. എന്തോ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഒരു സുഹൃത്തിന്റെ സ്ഥാനം. നാളെ കണ്ടാൽ മതിയായിരുന്നു. അന്ന് ദിവസം ഹരിയേട്ടന്റെ കൂടെ അമ്മയുടെ കൂടെയും കഴിച്ചുകൂട്ടി. ഹരിയേട്ടനോട് ഇന്ന് നടന്ന് മറച്ചു വെച്ചു.
അറിഞ്ഞ എന്നെ ചീത്ത വിളിക്കും. മെല്ലെ പറയാന്ന് കരുതി. അമ്മ വീട്ടിലെത്തിയാൽ തുടങ്ങും ഹരിയേട്ടനെ പൊക്കലും എന്നെ താഴ്ത്തിലും. അല്ല, അമ്മ പറയുന്നൊക്കെ സത്യമാണ്. ഓരോന്നും ഒപ്പിച്ച് വെച്ച് ഒന്നും അറിയാത്ത പോലെ നിൽക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവാണ് എന്ത് കാര്യത്തിലായാലും. പക്ഷെ അമ്മ കണ്ടുപിടിച്ച് കളയും. എൻ്റെ ഹരിയേട്ടൻ്റെ മനസ്സ് അമ്മയോളം മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. അച്ഛൻ പോയത് മുതൽ ഏട്ടനാണ് കമ്പനി നോക്കുന്നത്. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കമ്പനി ഈ നിലയിൽ എത്തിച്ചത്. ഞാനും കൂടി കൊടുക്കും. അമ്മ പൊക്കലെ ഏട്ടനെയാണെങ്കിലും രണ്ടാളും അമ്മയുടെ കണ്ണിലെ കൃഷ്ണമണി തന്നെയാണ്. അന്ന് പിന്നെ ഹരിയേട്ടനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങി. പിറ്റേന്ന് പുലർച്ചെ ഉണർന്നു. അല്പം വൈകിയാണ് എണീറ്റ് വേഗം കുളിച്ച് റെഡിയായി. ഏട്ടൻ പോയിട്ടുണ്ട്. ഞാൻ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിലെത്തിയതും എൻ്റെ കണ്ണാകെ നീലിമയെ തിരഞ്ഞു. അവൾക്ക് വേണ്ടിയാണ് ഇവിടം വരെ വന്നത് തന്നെ. എന്താന്ന് വെച്ചാൽ ഒരു ആത്മബന്ധം തോന്നിപ്പോയി. ഫ്രണ്ടായി കൂടെ വേണമെന്നൊരു തോന്നൽ. ഒടുവിൽ കണ്ടു ബസ് കാത്തു നിൽക്കുന്ന അവളെ. ഞാൻ വേഗം അവളുടെ അടുത്തേക്ക് നടന്നു. പിന്നിൽ ചെന്ന് മുരടാനിക്കിയതും തിരിഞ്ഞു നോക്കി. എന്നെ കണ്ട അവൾ അതിശയത്തോടെ നോക്കി. താനോ? എന്താ, എനിക്കിവിടെ വന്നൂടെ? ഞാൻ ചിരിയോടെ ചോദിച്ചു. അല്ല, വലിയ ആൾക്കാരല്ലേ? ഞാൻ വന്നതേ തന്നെ കാണാനാ. അതെന്തിനാ? ഒന്നുമില്ലടോ, എന്തോ കാണാൻ തോന്നി. താൻ ബസ്സിലാണ് പോകുന്ന പറഞ്ഞില്ലേ, അപ്പൊ ഇങ്ങ് വന്നു. അവൾ അമർത്തി മൂളിക്കൊണ്ട് എന്നെ നോക്കി. ഞാൻ മനോഹരമായി ചിരിച്ചു കാട്ടി. ഗിരിയും കമ്പനി സ്റ്റാഫാണോ? ഞങ്ങളുടെ തന്നെ കമ്പനിയാ. ഏട്ടനാ MD. വീട്ടിൽ ഞാനും അമ്മയും ഏട്ടനും മാത്രമേ ഉള്ളൂ. തൻ്റെ വീട്ടിലോ? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തി അമ്മയും മാത്രമേ ഉള്ളൂ. ഞാനും നന്ദു കൊണ്ടുവരുന്ന ചെലവിൽ തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത്. അവൾ പറഞ്ഞു കേട്ട് അത്ഭുതമായി. അച്ഛൻ പോലും ഇല്ലാതെ. അപ്പോൾ നിങ്ങൾ ഒറ്റക്കാണോ? അതിനെന്താ, ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അമ്മയിൽ നിന്ന് ജീവിക്കാൻ പഠിച്ചു. അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. പിന്നെ അമ്മയും അച്ഛനും ഒളിച്ചോടി വിവാഹം ചെയ്തുകൊണ്ട് ബന്ധങ്ങളൊന്നുമില്ല. ഇന്നേ ഒരു അധികാരം തിരക്കി വന്നിട്ടുമില്ല. വന്നാലും ഞങ്ങൾ പോവില്ല. അച്ഛൻ ഉറങ്ങുന്ന ആ മണ്ണിൽ തന്നെ ഞങ്ങൾ ജീവിക്കും. പിന്നെ അമ്മ ടീച്ചറായിരുന്നു. അമ്മ റിട്ടയർ ആയപ്പോൾ തന്നെ ഞങ്ങൾ ജോലിക്ക് കയറി. അമ്മയ്ക്കിപ്പോൾ പഴയ പോലെ ഒന്നും വയ്യ. ഓരോ നിമിഷം അവൾ എന്നെ ഞെട്ടിച്ചു. എന്തോ ബഹുമാനം തോന്നിയായിരുന്നു. നന്ദു അനിയത്തിയാണോ? ശ്രീനന്ദ. അവളും കൂടെ ഉണ്ടാവാറുണ്ട്. പനിയാ, നാളെ വരും എൻ്റെ കൂടെ. ഞാൻ ചിരിച്ചു. അങ്ങനെ ബസ് വരുവോളം ഞാൻ അവളും സംസാരിച്ചു. ബസ് എത്തിയിട്ടും ബസ്സിലും സംസാരമായിരുന്നു. വീട്ടിലെ കാര്യം ഹരിയേട്ടൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞു. അവൾ പ്രത്യേകം ഒന്നും പറയുന്നില്ലെങ്കിലും പറയുന്നതിനെല്ലാം ചിരിക്കുന്നുണ്ട്. അതെ, ഇനി താനെന്ന് വിളിക്കണ്ട കേട്ടോ. ഗിരിയെന്നോ അല്ലെങ്കിൽ കണ്ണാന്നോ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞാൽ ചിരിയോടവൾ തലയാട്ടി. കണ്ണനാണോ വീട്ടിൽ വിളിക്കുന്നത്? പിന്നെ ഞാൻ വേഗം നമ്പർ വാങ്ങി. ബസ് ഇറങ്ങിയതും അവൾ യാത്ര പറഞ്ഞു. നാളെ കാണണം അത്രയും പറഞ്ഞ ഓഫീസിലേക്ക് ഞാനും നടന്നു. ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയതിൽ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എനിക്ക് ആരെങ്കിലും ഫ്രണ്ടായി കിട്ടുന്ന വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കലിപ്പുള്ളവരെ. പുറത്ത് കലിപ്പാണെങ്കിലും ഉള്ളിൽ പാവമായിരിക്കും അവർ. എൻ്റെ ഹരിയേട്ടനെ പോലെ, നീലുവിനെ പോലെ. ഇനി മുതൽ നീലു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. മനസ്സിൽ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഓഫീസിലെത്തിയിരുന്നു. അന്ന് കൃത്യസമയത്ത് തന്നെ എത്തി. അന്ന് വർക്ക് കഴിഞ്ഞ വളം ഞാൻ ഇറങ്ങി വീട്ടിലെത്തിയത് അമ്മ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. എന്താ അമ്മേ? അല്ല, ഇന്ന് നേരത്തെയാണല്ലോ. മറ്റേത് ആ പിള്ളേരുടെ കൂടെ കളിക്കാതെ വരില്ലല്ലോ. ഇപ്പൊ നേരത്തെ വന്നായി കുറ്റം. ഞാനൊന്നും പറഞ്ഞില്ല കണ്ണ. അത്രയും പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് അമ്മ പോയത് ഞാൻ ചിരിച്ചു. കുളിച്ച് ഫ്രഷായി നീലുവിന് കോൾ ചെയ്തു. ആദ്യം എടുത്തില്ല. രണ്ടാമത്തെ റിങ്ങിൽ എടുത്തു. ഹലോ. പരിക്കൻ സ്വരം കാതിൽ പതിച്ചവും ഞാനൊന്ന് ഞെട്ടി. അത് നീലുവല്ല. പിന്നെ അവിടെ നന്ദു ആവൂ? അല്ല, ഇതൊരു പുരുഷനാണ്. ഹലോ, ആരാണ്? വീണ്ടും അതേ ശബ്ദം. ഞാൻ നീലുവില്ല അവിടെ? മൂളിക്കൊണ്ട് ചേച്ചിയെന്ന് വിളിക്കുന്നത് കേട്ടു. ഹലോ, ഇത്തവണ നീലുവായിരുന്നു. നീലു, ഞാൻ കണ്ണനാ. കണ്ണ നീയായിരുന്നോ? അണ്ണോട് നമ്പർ കണ്ടപ്പോൾ മനസ്സിലായില്ല. അല്ല, ആരായിരുന്നു ആദ്യം? ഓ, അതാണ് ആ രാഹുല, നന്ദുവിന്റെ കൂട്ടുകാരനാ. ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. ഞാൻ മൂളി. പിന്നെ നന്ദുവിനെ കുറിച്ച് ചോദിച്ചു ഞാൻ. അവൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ഇടയ്ക്കാണെന്ന് പറഞ്ഞു. പാവം തോന്നി. നന്ദുവിനെ കുറിച്ച് ചോദിച്ചു. അവൾ ഡിഗ്രി പഠിച്ചവാണ് ജോലി കയറിയതാണെന്ന് പറഞ്ഞു. പാവങ്ങൾ, ശരിക്കും പഠിച്ചു കാണില്ല. അങ്ങനെ സംസാരം കഴിഞ്ഞ് വെച്ചു. പിറ്റേന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ നേരമാണ് അമ്മ വിളിച്ച്. കണ്ണ, നീ ബൈക്ക് എടുക്കാതെ എങ്ങോട്ടാടാ? അമ്മയുടെ നോട്ടത്തിൽ ഞാൻ പതറി. അത് ബസ്സിൽ പോവാമേ. എന്താ അങ്ങനെ? അമ്മ എന്നെ സൂക്ഷിച്ച് നോക്കി. ഒന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടെ. അപ്പോൾ ആൾക്കൊരു കമ്പനി എടുക്കാമെന്ന് വെച്ചു. അമ്മയൊന്ന് ഇരുത്തി മൂളി. ഞാൻ പിന്നെ വേഗം വിട്ടു. നീലു. ബസ് സ്റ്റോപ്പിലെത്തി ഞാൻ വിളിച്ചവൾ തിരിഞ്ഞു നോക്കി. കണ്ണന് എന്നും ഇതിലാണ് ഇനി? അങ്ങനെയല്ല, എന്നാലും ഇടയ്ക്ക് വരാം ഞാൻ പറഞ്ഞവൾ ചിരിച്ചു. അല്ല, നന്ദുവിടെ? ഞാൻ ചോദിച്ച നീലു കൈ ചൂണ്ടി. അവിടേക്ക് നോക്കി ഞാൻ. ഒരു കൂട്ടം കുട്ടികൾക്കിടയിൽ ബബിൾ ഊതി പറത്തുന്ന ഒരു പെൺകുട്ടി പുറംതിരിഞ്ഞാണ് നിൽപ്പ്. മുടിയൊക്കെ വിടർത്തിയിട്ടേക്കുന്നു. അവൾ തിരിഞ്ഞത് ഞാൻ തറഞ്ഞു നിന്നുപോയി. എൻ്റെ കണ്ണുകൾ നന്ദുവിൻ്റെ മുഖത്ത് ഉറപ്പിച്ച പോലെ. അവൾ വിസിൽ കയ്യിലെടുത്തു. അവൾക്ക് ഊതി കൊടുക്കുന്ന ആ ദൃശ്യം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. മനസ്സിലൊരു അമ്പ് കൊണ്ട പോലെ, ഒരു ഇളം കാറ്റെന്നെ തഴുകിയ പോലെ. അവൾ തന്നെ അങ്ങനെ നോക്കി നിന്നുപോയി. ഇതാണോ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ഷീ ഈസ് സോ ക്യൂട്ട്. ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലുള്ള നാവും ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. കണ്ണ,
നീലുവിനെ ഞെട്ടിയുള്ള വിളിയാണ് എന്നെ ബോധത്തിൽ കൊണ്ടുവന്ന് ഞാൻ വേഗം നോട്ടം മാറ്റി. അതാണോ നന്ദു? എന്നെ നന്ദുട്ടി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദു, ഇത് ഗിരീഷ്, കണ്ണൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൾ അതിനെ തലയാട്ടിക്കൊണ്ട് എന്നെ നോക്കി. എന്റെ സാറേ, നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തിത്തറക്കുന്ന നോട്ടം. തന്നെ കുറിച്ച് നീലു പറഞ്ഞിരുന്നു. അവൾ മൂളിയതല്ലാതൊന്നും പറഞ്ഞില്ല. നീലുവിനോട് സംസാരിക്കുമ്പോഴും എന്റെ നോട്ട് അവളിൽ പാറി വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അവളതൊന്നും നോക്കാതെയാണ് നിൽപ്പ്. അങ്ങനെ സംസാരിച്ച് അന്നത്തെ ദിവസം കടന്നുപോയി. ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടി വന്നു. ചെറിയ കാര്യങ്ങൾ വരെ പരസ്പരം പങ്കുവെച്ചിരുന്നു. എന്റെ ഹൃദയത്തിന്റെ കൂട്ടുകാരിയാവുകയായിരുന്നു നീലു. പക്ഷെ എന്നോടൊരു അക്ഷരം പോലും മിണ്ടാത്ത ഒരാളുണ്ടായിരുന്നു, നന്ദു. ഞാൻ അവളെ തന്നെ നോക്കുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല, ആദ്യം തന്നിരുന്ന നോട്ടങ്ങൾ പോലും അന്യമായി. നോക്കിയാൽ പോലും തിരിച്ചു നോക്കില്ല. നീലുവിനോട് നിന്റെ അനിയത്തി എന്താ എന്നോട് സംസാരിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ പരിചയമില്ലാത്തവരോട് അടുക്കാൻ പാടാണെന്ന് പറഞ്ഞു. പിന്നെ അതേപറ്റിയൊന്നും ചോദിച്ചില്ല. എങ്കിലും ആ സുന്ദരി പെണ്ണിന്റെ മുഖം ഓരോ ദിവസവും എന്നിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. കുട്ടികൾക്കിടയിൽ ഓരോന്ന് കളിച്ച് രസിക്കുന്നു. നീലുവിന്റെ വാക്കിൽ നിന്നറിയുന്ന നീലുവിന് പ്രിയപ്പെട്ട നന്ദുവിനെ അറിയുകയായിരുന്നു. അവളും നീലുവും രാത്രി നക്ഷത്രം നോക്കി അച്ഛനാണെന്ന് സങ്കല്പിച്ച് ഓരോന്നും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കൗതുകത്തോടെയാണ് കേട്ടത്. അതിനുശേഷം ഞാൻ അതുപോലെ എൻ്റെ അച്ഛനോട് ദിവസം നടക്കുന്ന പറഞ്ഞു. അച്ഛൻ്റെ പഴയ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നുപോയി. ആൾക്കായി പിടിച്ച് സ്കൂൾ പോയത് മുതൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ചീത്ത പറയുന്ന അച്ഛനും മാറ്റി നിർത്തുന്ന അമ്മയും ഇനി തള്ളിയാൽ രാത്രി വന്നിട്ട് തലയിൽ തഴുകാറുണ്ട്. അങ്ങനെയാണ് അച്ഛൻ്റെ സ്നേഹം. എന്തോ പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ശാന്തത നിറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഇടയ്ക്ക് അവൾക്ക് വേണ്ടി നീലുവിന് ഗിഫ്റ്റ് വാങ്ങുമ്പോൾ നീലുവിൻ്റെ കയ്യിൽ കൊടുക്കും. അവൾ വാങ്ങിയില്ലെന്ന് കൈമലർത്തും. നീലുവിന് കോൾ ചെയ്യുമ്പോൾ ഇടയ്ക്കെങ്കിലും അവൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. അല്ല, നേരിട്ട് കണ്ടാൽ മിണ്ടാത്തവൾ ആ ഫോണിൽ സംസാരിക്കുന്നത്. നമ്മളോട് മിണ്ടാത്തവരോട് അടുക്കാൻ നമുക്കൊരു പ്രത്യേക ത്വരയായിരിക്കുമല്ലോ. എനിക്കും അങ്ങനെ തന്നെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ വെറുതെയാന്ന് പറഞ്ഞിരുന്ന ഞാനാ. പ്രണയിച്ച് അവരെ മനസ്സിലാക്കാൻ ഒരു വർഷമെങ്കിലും വേണ്ടിവരുന്നൊക്കെ പറഞ്ഞിരുന്ന ഞാനാ ഇപ്പൊ ശ്രീയുടെ പുറകെ. അവളെന്നോട് മിണ്ടാൻ നിന്നപ്പോൾ അവളോട് സംസാരിക്കാമെന്ന് വെച്ച്. അതെ, സുന്ദരിയാട്ടോ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂർത്ത നോട്ടല്ലാതെ മറുപടിയൊന്നും കിട്ടിയില്ല. അതൊക്കെ കണ്ട് നീല ചിരിച്ചിരുന്നു. പക്ഷെ എന്നോട് മിണ്ടാൻ നീലവളോട് പറഞ്ഞില്ല. അവളെന്നോട് മിണ്ടാത്ത എന്താണെന്ന് മനസ്സിലായതുമില്ല. ഞാൻ എന്ത് ചോദിച്ചാലും കുട്ടി മിണ്ടില്ല. ഇടയ്ക്കുള്ള കാട്ടിക്കൂട്ടിൽ കണ്ടാൽ മോഹന്ത പൊളിക്കാൻ തോന്നും. ഇങ്ങനെ അവഗണിക്കാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത്? അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ച്. അവൾ എന്നോട് മാത്രമല്ല, നീലുവിനോടും മിണ്ടാറില്ല. ഞാനുണ്ടായിട്ടാണ് അവളോടും മിണ്ടാത്തതെന്ന് കരുതി ഞാൻ. കുട്ടികളോട് ചിരിക്കുന്ന കാണാം. അവരൊക്കെ അവളുടെ ഫ്രണ്ട്സാണെന്നാണ് നീലു പറഞ്ഞു. രാവിലെ മാത്രമാണൊന്ന് കാണാൻ കിട്ടുക. അവളെന്നോട് മിണ്ടിയില്ല, അവഗണിച്ചു, തീർത്തും അവഗണിച്ചു. പക്ഷെ ആദ്യം എന്നിലുണ്ടായ ദേഷ്യം സ്നേഹത്തിന് വഴി തെളിയിച്ചിരുന്നു. എനിക്കറിയില്ല എങ്ങനെ ശ്രീനന്ദ എന്ന പൊട്ടിപ്പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഞാനെന്ന്. അവൾ നീലുവിന്റെ കൈ പിടിച്ചു വന്നപ്പോൾ മുതലോ എന്നോട് മിണ്ടാതെയായപ്പോഴോ അതോ അവഗണിച്ചപ്പോഴോ എപ്പോഴും അവൾ നോക്കുമായിരുന്നു. അവൾ കണ്ണുരുട്ടിയാലും യാതൊരു ചളിപ്പുമില്ലാതെ നോക്കി നിൽക്കും. എന്തോ എന്റേതെന്ന് ആരോ പറയും പോലെ ആ ഓമനത്ത് നിറഞ്ഞ മുഖം ഉള്ളിൽ നിറഞ്ഞിരുന്നു. അവൾ പോലും അറിയാതെ ആ മുഖമെനിൽ വേരൂന്നിയിരുന്നു. മാസമൊന്ന് കഴിഞ്ഞു അവരുമായി പരിചയത്തിലായിട്ട്. ഇതിനിടെ നടന്നതെല്ലാം ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞിരുന്നു. ദേഷ്യപ്പെട്ടില്ല, കൂർത്ത നോട്ടം തന്നു. പക്ഷെ ഏട്ടനെ സോപ്പിട്ടപ്പോൾ തന്നെ ചിരിച്ചു. ഞാനാരാ മോൻ? അന്ന് നീലുവിനോട് ഇടയ്ക്കേയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും നന്ദു വന്നപ്പോൾ മുതൽ ഞാൻ ബസ്സിൽ തന്നെ യാത്ര. ഏട്ടനും എതിർത്തില്ല. ഒരു ദിവസം വീട്ടിലേക്ക് നീലു വിളിച്ചിരുന്നു. സന്തോഷത്തോടെ തന്നെയാണ് ചെന്നത്. അവിടെ എത്തിയപ്പോൾ അവിടെ അമ്മ ഉമ്മറത്തിരിക്കുന്നത് കണ്ടു. അമ്മയ്ക്കെന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഫ്രണ്ട്സ് ആയതെല്ലാം പറഞ്ഞപ്പോൾ അമ്മ എന്നെ നോക്കി ചിരിച്ചു. നല്ലൊരമ്മ. എന്നോട് മക്കളെ പറ്റി ഒരുപാട് സംസാരിച്ചു. പിന്നെയാണ് ഞാൻ നീലുവിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പൊ അവിടെ ശ്രീയും വേറൊരു ആളും കൂടെയുണ്ട്. ഇവനാവ് രാഹുൽ, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഹലോ, വിളി കേട്ട് എന്നെയാണെന്ന തരത്തിൽ ഞാൻ നോക്കി. തന്നെ തന്നെയാ ഞാൻ നോക്കി. എൻ്റെ പേര് രാഹുൽ. കൈ നീട്ടി അവൻ പറഞ്ഞ് ഞാനും കൈ ചേർത്തു. ഞാൻ ഗിരീഷ്, നീലു ചേച്ചിയുടെ ഫ്രണ്ടല്ലേ? ചേച്ചി പറഞ്ഞായിരുന്നു എപ്പോഴാണെങ്കിലും ചേച്ചിക്ക് തന്നെ കുറിച്ച് പറയാൻ നേരമുള്ളൂ. അത് കേട്ട് ഞാൻ ചിരിച്ചു. അപ്പോഴേക്കും നീലു വന്ന് വിളിച്ചു. ചെന്ന് നോക്കിയപ്പോൾ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ, ചിക്കൻ ബിരിയാണി, അതിലേക്കുള്ള സാധനങ്ങൾ, സാലഡ്, അച്ചാറ്, അങ്ങനെയെല്ലാം ഉണ്ട്. ഞാൻ അവിടെ മുഖത്തേക്ക് നോക്കി. ഞാൻ വെറുതെ വിളിച്ചാന്ന് കരുതിയോ? എനിക്ക് ട്രീറ്റ് തരാനാ. എന്തിന്? ഫ്രണ്ടിന് ട്രീറ്റ് കൊടുക്കാൻ എന്തെങ്കിലും കാരണം വേണോ? എന്നെ കണ്ണുരുട്ടി നോക്കി അവൾ ചോദിച്ചു. എന്നിൽ സന്തോഷമാണെന്ന്. ഓരോ നിമിഷവും അവൾക്ക് എന്നോടുള്ള ഫ്രണ്ടിന്റെ സ്നേഹം ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചിരുത്തി. കൂട്ടത്തിൽ നമ്മുടെ ശ്രീകൊച്ചും. ഭക്ഷണം കഴിക്കുന്നിടയിൽ ഞാനും നീലുവും രാഹുലും മിണ്ടിയെങ്കിലും അവൾ മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീലുവിനോട് സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചതേയുള്ളൂ. അവൾ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. വന്നപ്പോൾ തൊട്ട് അടുക്കളയിലായിരുന്നു. ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് നീലു എന്നെ നോക്കി. അതെ, ഫ്രണ്ടിന് കൊടുക്കാതിരിക്കാൻ മാത്രം ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല, അല്ലേടാ രാഹുലേ? അത് ശരിയാ. രാഹുൽ ഏറ്റുപിടിച്ചു. പിന്നെ സംസാരിക്കുമ്പോൾ ശ്രീ തൊട്ടടുത്ത് സോഫയിൽ വന്നിരുന്ന പത്രമെടുത്ത് നോക്കുന്നുണ്ട്. ഇവള് പത്രമൊക്കെ വായിക്കുമോ? എൻ്റെ വീട്ടിലുണ്ട് പത്രം.
പക്ഷെ അമ്മയല്ലാതെ വേറെ ആരും തൊടാറില്ല. രാഹുൽ അവിടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്. അല്പം അകലെയാണ് എന്നിൽ നിന്ന് അവൾ. അതുകൊണ്ട് സംസാരം വ്യക്തമല്ല. രാഹുൽ എന്തൊക്കെയോ ചോദിക്കുന്നു, പറയുന്നു. അവൾ മറുപടി പറയുന്നുണ്ടാവണം, മുഖം കാണുന്നില്ല. പത്രം വിടർത്തി വെച്ചേക്കുമല്ലേ. ഞാൻ നോക്കേണ്ടതെന്ന് വെച്ച് തന്നെയാ. അപ്പൊ ഇവൾക്ക് മിണ്ടാനറിയാം. എന്നെ കാണുമ്പോഴാണ് ഒരു കണ്ണുകടി. ആ ദേഷ്യവും പയ്യെ പയ്യെ ആസ്വദിച്ചു. അന്ന് അവരോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാനും തീരുമാനിച്ചിരുന്നു എൻ്റെ വീട്ടിലേക്ക് അവരെ വിളിപ്പിക്കണമെന്ന്. ഒത്ത സാഹചര്യത്തിനായി കാത്തിരുന്നു. ശ്രീയുടെ ദേഷ്യം ഞാൻ ആസ്വദിച്ചിരുന്നു. പക്ഷേ പയ്യെ പയ്യെ അതിനിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കി. ഇങ്ങനെ മിണ്ടാതിരിക്കാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത്? വീട്ടിൽ നീലുവിനോട് എപ്പോഴും മിണ്ടുമെന്നാണ് അവൾ പറഞ്ഞത്. എന്നോട് മാത്രം. അത്രയ്ക്ക് വെറുക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? ഇനി അവളുടെ ചേച്ചിയുടെ ഫ്രണ്ടായിട്ടാണ് എന്നെ കാണുന്നത്. എന്നിൽ ഓരോ ചിന്തകളും വേരായിരുന്നു. അന്ന് ഏട്ടൻ്റെ കൂടെയാണ് ഞാൻ കിടന്നത്. സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ആണ് അവിടെ കിടക്കുക. ഏട്ടനെ എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഒന്നുമില്ല. പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഏട്ടനെ എന്നെ ചേർത്ത് പിടിച്ചു. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഏട്ടന് കഴിയും. നാളെ പോകുമ്പോഴെന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പതിവ് പോലെ അന്നും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ശ്രീയും നീലും അവിടെയുണ്ട്. പിന്നെ ഇന്ന് ശ്രീയോട് ഉള്ളിലുള്ളത് പറയണമെന്ന് മനസ്സിൽ വെറുതെ എങ്കിലും കരുതിയിരുന്നു. പക്ഷേ പെണ്ണ് വാ തുറന്നാലല്ലേ. എന്നെ കണ്ടവും ശ്രീയുടെ മുഖം വീർത്തു തുടങ്ങി. ശരിയാണ് വന്നത്. അവളുടെ വീർത്ത മുഖം കാണുമ്പോൾ എനിക്ക് വാശി കയറും. അവളെ ഇരുവേറ്റാണ് എൻ്റെ പണി. ദയ ശ്രീ കൊച്ചിൻ്റെ മുഖം വീർത്തൂലോ. എന്നെ കണ്ടിട്ടാണോ? എന്നാലേ നിന്റെ ചേച്ചിക്ക് ഇപ്പം എന്നെ കഴിഞ്ഞേ നിന്നോട് ഇഷ്ടമുള്ളൂ അല്ലേ? ഞാൻ വന്നപാടെ തുടങ്ങി. ഒന്നും മിണ്ടാതെ അവൾ മുഖം തിരിച്ചു. എൻ്റെ കണ്ണാ, രാവിലെ തന്നെ തുടങ്ങാതെ. നീലും ഇടപെട്ടു. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മുടെ നന്ദു കൊച്ചിനെ ഞാൻ ശ്രീ എന്നാ വിളിക്കുക. എല്ലാവരും നന്ദു അല്ലേ, അപ്പം ഞാൻ ശ്രീ എന്ന് വിളിക്കാം. എന്താ വെറൈറ്റി അല്ലേ? നിഷ്കളങ്കത വരുത്തി ഞാൻ ചോദിച്ചു. വന്ന് ചവിട്ടി തുള്ളിപ്പോയ പെണ്ണാണ് എൻ്റെ നീലു. ഇവൾക്ക് വായക്ക് വല്ല അസുഖമുണ്ടോ? ആ വായിൽ നിന്നൊരു അക്ഷരം വരുന്ന ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞ ശ്രീയുടെ മുഖം മാറുന്ന കണ്ടു. കണ്ണാ, നീലു വിളിച്ച് ഞാൻ അവളെ തടഞ്ഞു. ഞാൻ പറയട്ടെ നീലു, ഇവളോട് എന്നോട് രണ്ട് ചീത്തെങ്കിലും പറയാൻ പറ. എന്നോട് മിണ്ടിയ വായിൽ നിന്ന് മുത്തുകൊഴിയോ? വീട്ടിൽ നീ നന്നായി സംസാരിക്കുന്ന നീലു പറഞ്ഞല്ലോ, അത് എന്നോട് സംസാരിച്ചാ? അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടം ദേഷ്യമായി പൊട്ടിച്ചെതിരുകയായിരുന്നു. ഒന്നും മിണ്ടുന്നില്ല അവൾ. അതും കൂടെ ആയതും സഹിച്ചില്ല. ഞാൻ വേഗം ഒരു ഓട്ടോ വിളിച്ച് പോയി. പുറകിൽ നീലു വിളിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഓഫീസിലെത്തിയിട്ടും മനസ്സിന് ഒരു മാതിരി. സങ്കടം തളം കെട്ടി കിടന്നു. അവിടെ അവഗണന. അതുമാത്രമാണ് കാരണം. ഇവിടെ ഇരുന്നാൽ ഇരിക്കപ്പൊരുതി കിട്ടില്ലെന്ന് തോന്നി ഞാൻ വേഗം അവിടെ ഓഫീസിലേക്ക് വെച്ചു പിടിച്ചു. മുൻപൊരിക്കൽ നീലുവിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം കാണാറില്ല. കാരണം എനിക്ക് ഓഫീസിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഇറങ്ങാനാവും. എന്നാലും ചില ദിവസം നീലു കാത്തു നിൽക്കാറുണ്ട്. അങ്ങനെ വന്നറിയാം. ഞാൻ കയറി ചെന്നതും എൻ്റെ കണ്ണു തെരഞ്ഞ ശ്രീയായിരുന്നു. അവളും നീലും വേറെ അപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് നോക്കിയപ്പോൾ കണ്ടു കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്ന ശ്രീയെ. ഞാൻ അവിടെ മുമ്പിൽ നിന്ന് അവളെ കണ്ണിമൊട്ടാതെ നോക്കി. മുഖത്തെ നിഷ്കളങ്കതയ്ക്ക് അരുമത്വത്തിനും കുറവില്ല. നോക്കിയിരുന്നു പോകും. എന്നെ കണ്ടത് അവൾ പുരികൻ ചുളിച്ചു. മിസ് ശ്രീനന്ദ? ഞാൻ വിളിച്ച് കേട്ടവൾ എന്നെ പകപ്പോടെ നോക്കി. ഇതുവരെ ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല അവളെ. അതുകൊണ്ടാവാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ശബ്ദം അല്പം താഴെ തന്നെയാണ് പറഞ്ഞു. അവൾ ഞെട്ടി തറഞ്ഞിരിക്കുന്ന കണ്ടു. സിനിമാ നായകന്മാർ പറയുമ്പോൾ സാഹിത്യ ഡയലോഗൊന്നും എനിക്ക് വശമില്ല. എങ്കിലും പറയുക, നിന്നെ കണ്ട മുതലാ ഈ ഹൃദയം മിടിച്ചു തുടങ്ങിയത്. മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോഴും ഹൃദയം ഇങ്ങനെ മിടിച്ചിട്ടില്ല. ഞാൻ മനസ്സോറം നിന്നോളം മറ്റാരെയും മറ്റൊരു പെണ്ണിനെയും പ്രണയിച്ചിട്ടില്ല. അട്രാക്ഷൻ പലരോടും തോന്നിയെങ്കിലും പ്രണയം അത് നിന്നോട് മാത്രമാണ്. കൂടെ വരൂ, പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. അത്രയും പറഞ്ഞിർത്തി ഞാൻ കിതച്ചു. അവളുടെ മുഖത്ത് അമ്പരപ്പ് നിറയുന്ന കണ്ടു. എനിക്കറിയണം നിന്റെ ഉത്തരവാണ്, യെസ് ഓർ നോ. ഉത്തരം നോ ആവുമെന്നറിയുമെങ്കിലും പറഞ്ഞു. അടുത്ത നിമിഷം ഒരു പേപ്പറിൽ നോ എന്ന് എഴുതി തന്നു. വെറുതെയെങ്കിലും യെസ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാവാം. ഹൃദയം വേദനിച്ച്. ഓക്കെ, കാരണം ഞാൻ ചോദിച്ചു. അവൾ മിണ്ടിയില്ല. അപ്പോഴവൾക്കും മിണ്ടാൻ പാടില്ല. നോ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാലെന്താ? എനിക്കറിയണം ഇനി ഇഷ്ടമാണോ അല്ലേ എന്നല്ല, എന്നോട് സംസാരിക്കാൻ നിന്റെ കാരണം എന്താണ്? അതറിയാതെ ഞാൻ പോവില്ല. ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു. എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളൊന്നും മിണ്ടിയില്ല. വാശിയാണോ? എങ്കിലും എനിക്കും വാശിയാ. നീ എന്നെ രണ്ട് ചീത്തെങ്കിലും വിളിക്കാൻ ഞാൻ പോവില്ല. ഉറക്കെ പറഞ്ഞു. മറ്റ് സ്റ്റാഫ് അമ്പരപ്പോടെ നോക്കി തന്നെ. ഞാൻ ഗൗനിച്ചില്ല. മനസ്സിൽ സ്ത്രീയോട് അവഗണനയും മാത്രമായിരുന്നു. എടോ, ആ കുട്ടി തന്നോട് സംസാരിക്കില്ല. അടുത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞ് ഞാൻ അയാൾ കൂർപ്പിച്ച് നോക്കി. എനിക്കറിയാൻ സംസാരിപ്പിക്കാൻ. ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. ഞാൻ വാശിയോടെ പറഞ്ഞു. എടോ, അവള് താ മിണ്ടണ്ട, ഞാൻ സംസാരിപ്പിക്കാം അവളെ. ദേഷ്യത്താൽ പറഞ്ഞ അവളെ നോക്കി. കണ്ണു നിറയാൻ വെമ്പൽ കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ഗൗനിച്ചില്ല. ഇന്നെനിക്കറിയണം ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത എന്താണെന്ന്. അവൾ വേഗം എംഡിയോട് പറഞ്ഞിട്ട് ബാഗുമെടുത്ത് പോകുന്നുണ്ട്. പുറകെ എത്തിയതും എന്നെ നിർവികാരമായി നോക്കുന്ന നീലുവിനെ ഞാൻ കണ്ടു. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നീലു, എനിക്കറിയണം ഇവള് എന്നോട് മാത്രം എന്താ സംസാരിക്കാത്തെന്ന്. അതിന് മാത്രം എന്താ നീലു? കണ്ണ, വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ പോവാം, നമുക്ക് സംസാരിക്കാം. പാർക്കിൽ പോയാൽ മതി. ഒരാലോചനയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ ഓട്ടോ വിളിച്ച് പാർക്കിലേക്ക് വിട്ടു. ആ യാത്രയിൽ മൂവരും നിശബ്ദരായിരുന്നു.
അവിടെ എത്തിയ പാടെ അവൾ ഞങ്ങളെ നോക്കാതെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. അവളുടെ അടുത്തേക്ക് പോകാൻ നിന്നു. നീലു കൈ പിടിച്ചുകൊണ്ട് മറ്റൊരു ബെഞ്ചിലിരുത്തി. ഞാൻ അവളെ നോക്കി. ഇനി പറ, എന്താ കണ്ണൻ അറിയേണ്ടത്? അവളൊന്നും എന്നോട് മാത്രം സംസാരിക്കാത്തത്? അവൾ സംസാരിക്കില്ല കണ്ണ. ഞാൻ ഞെട്ടലോടെ നോക്കി. അതെന്താ, മടിയായിട്ടാണോ? അല്ല, അവൾ ഒരിക്കലും സംസാരിക്കില്ല. അത് കേട്ട് ഞാൻ ഇരുന്നിടത്ത് എണീറ്റ് പോയി. എന്ന് വെച്ചാൽ ഊമയാണോ? ഉള്ളിലെ ഗദ്ഗതം മറിച്ച് ഞാൻ ചോദിച്ചു. നീലു അതേന്ന് തലയാട്ടിയതും തറഞ്ഞു നിന്നുപോയി ഞാൻ. അവൾ മിണ്ടാതിരുന്നപ്പോൾ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല അവളൊരു ഊമയാവുമെന്ന്. അല്ല, നീലു പറഞ്ഞ അവളോട് സംസാരിക്കാറുണ്ടെന്നാണല്ലോ. അത്രയ്ക്കും വിശ്വസിച്ചിരുന്നല്ലോ. ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അവൾ എന്നോട് സംസാരിച്ചിരുന്ന ആവുകൊണ്ടല്ല, അവളുടെ കണ്ണുകളും കൈകളുമാണ്. നീലു പറയുന്ന കേട്ട് ഞെട്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ. മിണ്ടാതെ മുഖം വീർപ്പിക്കുന്ന സ്ത്രീയുടെ മുഖം തെളിഞ്ഞു വന്നു. കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. ഇതൊന്നും അറിയാതെ ഞാൻ അവൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞേ. ചേ കണ്ണ, സങ്കടപ്പെടാതെ. എന്നിട്ട് നീ തന്നെ എന്നോട് മറച്ചു വെച്ചത്? കണ്ണീന്റെ ഉപ്പുര സുമനീരിൽ കലർന്നിട്ട് അനങ്ങാതിരുന്നിരിപ്പിൽ അവൻ ചോദിച്ചു. അതിനവൾ അല്പം മൗനമായി. നന്ദുവിനെ എനിക്ക് ഇഷ്ടമാണ് നീലുവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ പ്രവൃത്തിയിൽ നിന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും അവൾ അതേപറ്റി എന്നോടൊന്നും മിണ്ടുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അവൾക്ക് താല്പര്യമില്ല എന്ന് വെച്ച് ഞാനും കൂടുതൽ ചോദിച്ചില്ല അതേപറ്റി. എന്നാൽ ഇന്ന് അതിന്റെ ഉത്തരം കിട്ടിയിരിക്കുന്നു. കണ്ണന് എന്റെ നന്ദുവിനെ പ്രണയിച്ച് വിഡ്ഢിത്തായും തോന്നുന്നുണ്ടോ? ചോദിച്ചതിന് മറുപടി പറയാൻ മറുത്തൊരു ചോദ്യമാണ് കിട്ടിയത്. വിഡ്ഢിത്തോ? എങ്ങനെ? അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന കാരണം കൊണ്ട് അവളെ എനിക്ക് ഉപേക്ഷിക്കാനാവില്ല. അതിനല്ല ഞാൻ അവളെ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച്. നീലുവിന് തോന്നുന്നുണ്ടോ ഞാനങ്ങനെ കരുതുന്നു? ഇല്ല കണ്ണ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നോട് മറച്ചു വെച്ച് പറയാം. അവളൊരു ദീർഘനിശ്വാസം എടുത്തു. എന്നോട് അവൾ പറഞ്ഞിട്ടാ. ഞാൻ ഞെട്ടലോടെ അവളെ നോക്കി. കണ്ണനറിയോ, അവളുടെ മനസ്സിലൊരു സ്വപ്നമാണ് നീ, ഗിരീഷ് എന്ന സ്വപ്നം. എന്നിൽ ഞെട്ടലുണ്ടാക്കി വീണ്ടും. അപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണോ? കണ്ണ, നീ അവൾ ആദ്യം നോക്കിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് ചേച്ചിയുടെ ആ ഫ്രണ്ട് കോഴിയാണെന്നൊക്കെയാ. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാനും നിന്നോട് അല്പം ഡിസ്റ്റൻസ് ഇട്ടേ പെരുമാറിയിരുന്നുള്ളൂ അല്ലേ? ശരിയാണ്. ആദ്യം ഞാൻ അങ്ങോട്ട് വിടാതെ പിടിച്ചിരുന്നുകൊണ്ടാണ് നീലും മിണ്ടിയത്. ആദ്യമൊക്കെ മിണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുവെന്നും ഫ്രണ്ടായി കാണുമെങ്കിൽ കൂടെ ഉണ്ടാവുമെങ്കിൽ മാത്രം മിണ്ടാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിരുന്നു. അതിന് കാരണം ചോദിച്ചെങ്കിലും പറഞ്ഞില്ല. പേടിച്ചിട്ടാ കണ്ണ. ആരെങ്കിലും അതിൽ കിടന്ന് സ്നേഹിക്കാൻ പേടിയാ. അമ്മയാണ് പറഞ്ഞു കൂടുതൽ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്ന്. അതാ ഞാൻ. പിന്നെ നിന്റെ കണ്ണിൽ എന്നുള്ള ആത്മാർത്ഥതയുള്ള സ്നേഹം ഞാൻ കണ്ടു, ഒപ്പം നിഷ്കളങ്കതയും. നീ എൻ്റെ ആരൊക്കെയായി മാറിയിരുന്നു. പിന്നെ നന്ദനോട് ഞാൻ പറഞ്ഞു കണ്ണം പാവാന്നൊക്കെ. പക്ഷെ അവൾ സേവിക്കൊണ്ടില്ല. അവൾ ആംഗ്യത്തോടെയാണ് സംസാരിക്കുക. വർഷങ്ങളായില്ലേ എനിക്ക് മനസ്സിലായ അവളുടെ ഭാഷ. എന്നോളം അവൾ ആരും അറിഞ്ഞിട്ടില്ല. ഊമയായതുകൊണ്ട് പലർക്കും സാധാരണമായിരുന്നു അവളോട്. ചിലർ കളിയാക്കും. പക്ഷെ അവളും കൂടെ ഞാനും ചേർന്നൊക്കെ അതിജീവിച്ചു. അവളുടെ രക്ഷാകവചം ഞാനായിരുന്നു. അവൾക്കൊരുപാട് ആലോചന വന്നിരുന്നു അവളെ കണ്ടിട്ട്. പക്ഷെ ഇതറിയുമ്പോൾ അങ്ങ് പോവും. പിന്നെ ഞാൻ എൻ്റെ ഈ നന്ദുവിനെ ഒരുമിച്ച് നടത്താവുന്ന അമ്മയിൽ നിന്ന് സത്യം മേടിച്ചതാണ്. അവൾ വീട്ടിൽ നിന്ന് എനിക്ക് പോകേണ്ട. എന്നെ ആരെങ്കിലും കാണാമെന്നാൽ പറഞ്ഞയക്കാറാണ് പതിവ്. അതിനൊരു കാരണമുണ്ട്, പിന്നെ പറയാം. ഇനി കാര്യത്തിലേക്ക് വരാം. നന്ദു ആദ്യം നിന്നെ അങ്ങനെ പറഞ്ഞെങ്കിലും ഓരോ ദിവസം കൂടുന്തോറും നീ തെളിയിച്ചു അത് പ്രായത്തിൻ്റെ ചാബല്യമല്ലെന്ന്, നിനക്ക് അവളോടുള്ള ആത്മാർത്ഥ പ്രണയമാണെന്ന്. ദൂരെ നിന്ന് അവളെ ശല്യം പോലും ചെയ്യാതെ മനസ്സറിഞ്ഞ് പ്രണയിക്കുന്ന നിന്നെ അവൾ പ്രണയിച്ചിരുന്നു കണ്ണ. അവസാന വാചകം നെഞ്ചിൽ തറച്ചു. എന്ത്, എന്നെ പ്രണയിച്ചു എന്നോ? എന്നിട്ട് ഞാനെന്തേ അത് മനസ്സിലാക്കാതെ പോയത്? നിന്നോട് മിണ്ടാൻ കഴിവില്ലെന്ന് പറയാഞ്ഞത് അവൾക്കതൊരു കുറവായി തോന്നിയോണ്ടല്ല. ആദ്യം മിണ്ടാതിരുന്ന് വാശിക്കായിരുന്നു. ആ വാശി തന്നെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവൾ നിന്നെ മനസ്സിലാക്കിയെന്ന് അവൾ പറഞ്ഞു. അത് പറഞ്ഞാലും നീ അവൾ ഒരിക്കലും ഒഴിവാക്കില്ലെന്ന്. അതുകൊണ്ട് ഒരിക്കലും നീ അറിയരുത്. നീ ഫോൺ വിളിക്കുമ്പോൾ അവൾ കേട്ട് നിൽക്കാറുണ്ട് കണ്ണ. നിന്റെ ശബ്ദം അവൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാറുണ്ട്. നീ സ്ത്രീ എന്ന് വിളിക്കുന്ന അവൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഓരോ ദിവസവും നീ ബസ്സിൽ വന്നും അവൾക്ക് വേണ്ടിയാണെന്ന് അവൾക്കറിയാം കണ്ണ. എനിക്ക് കരച്ചിൽ വരും കണ്ണ അവളുടെ അവസ്ഥ കാണുമ്പോൾ. അവൾ അത്രയും എന്നോട് കേട് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് മറച്ചു വെച്ച്. നിന്നോട് പറയാൻ പലതാണ് തുനിഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. എപ്പോഴും കൂടെ കാണും. പിന്നെ പറ്റിക്കാൻ തോന്നിയില്ല. പിന്നെ നിന്റെ കാര്യം ഓർത്തപ്പോൾ അത്രയും പറഞ്ഞവൾ നിർത്തി. എനിക്ക് സന്തോഷവും സങ്കടവും ദേഷ്യവും വന്ന സമയമായിരുന്നു. അവൾക്കെന്നെ ഇഷ്ടമാണെന്നറിയവേ ഹൃദയം തുള്ളിച്ചാടി. പക്ഷേ സ്ത്രീയുടെ വാക്കിട്ട് നീലു പറയാത്ത ഓർത്തപ്പോൾ ദേഷ്യം വന്നു. എൻ്റെ എന്ത് കാര്യം? എത്ര വലിയ കുടുംബത്തിൽ പിറന്നവനായാലും സ്നേഹത്തോളം വരില്ലൊന്നും. എനിക്ക് എൻ്റെ സ്ത്രീയെ വേണം നീലു. പക്ഷെ അവള് സമ്മതിക്കുന്നില്ലു, എനിക്കറിയാം. അതും പറഞ്ഞ് ഞാൻ സ്ത്രീയുടെ അരികിൽ ചെന്നിരുന്നു. എന്നെ കണ്ടപ്പോൾ പതിവിന് വിപരീതമായി അവൾ പ്രാളപ്പെടുന്ന കണ്ടു. ശരിയാണ് വന്ന് കള്ളി. ഇത്രയും ഇഷ്ടം ഉള്ളിൽ വെച്ച് പുറത്തിങ്ങനെ നടക്കാൻ എങ്ങനെ കഴിയുന്നവൾക്ക്? അവൾ എണീറ്റ് പോവാൻ നിന്നും കൈ പിടിച്ച് നിർത്തി. ശ്രീ ആർദ്രമായി വിളിച്ചതും അവളും നിന്നു. പക്ഷെ വേഗത്തിൽ കൈ തട്ടാൻ നിന്നും ആ കൈയിൽ ശക്തമായി മുറുകെ പിടിച്ചിരുന്നു ഞാൻ. കണ്ണിട്ടിന്റെ ശ്രീകോശായി വരൂ. എൻ്റെ പെണ്ണായി, എൻ്റെ ജീവന്റെ പാതിയായി. അവളുടെ ഹൃദയം വിറകൊള്ളുന്ന ഞാൻ അറിഞ്ഞു. എത്രയാണെങ്കിലും എൻ്റെ ഇത്രയും അടുത്ത സാന്നിധ്യത്തിൽ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവൾ എന്നിൽ നിന്നകന്ന് പറഞ്ഞു. ആദ്യം വാച്ച് ചൂണ്ടിക്കാട്ടി കൈയനക്കി.
പിന്നെ ഹൃദയത്തിൽ കൈവച്ച് 2 കൈകൾ ഔചിന്യത്തിൽ വെച്ച് കൈയനക്കി. കൈകൊണ്ട് താലി കെട്ടുന്ന ആക്ഷൻ കാട്ടി തലയനക്കി. എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞത് ഞാൻ ഊമയാണ്, നിങ്ങൾക്ക് സ്നേഹിക്കാനും താലി കെട്ടി കൂടെ പൊറപ്പിക്കാനും പറ്റില്ലെന്ന്. അത് ശ്രീകോച്ചാണോ തീരുമാനിക്കുന്നത്? നിനക്കെന്നെ ഇഷ്ടമല്ലേ? ചോദിച്ചവും മൗനമായിരുന്നു ഉത്തരം. എന്തിനാ സ്നേഹം ഉള്ളിലൊതുക്കുന്ന ശ്രീകോച്ച്? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നു. അവളൊന്നും മറുപടി അറിഞ്ഞില്ല. അവൾ പറഞ്ഞുകൊണ്ട് തന്നെ ആവണം നീലു എന്നോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് പേടിയാണ്. എന്നെ പേടിയാണോ? ഹൃദയം തൊട്ടറിഞ്ഞവരെ ഞാനിതിന് പേടിക്കണം, മനസ്സ് സന്തോഷിക്കുകയുള്ളൂ. അവളൊരു പേപ്പറിൽ കുത്തിക്കുറിച്ചാണ് പറഞ്ഞത്. ആംഗ്യത്തിൽ പറഞ്ഞാൽ മതി, എനിക്ക് കുറച്ചൊക്കെ തിരിഞ്ഞു, ഇനിയും സമയമുണ്ടല്ലോ വെച്ചേ, അത് മതി. ഞാൻ കുസൃതിയോടെ പറഞ്ഞു. അവിടെ സ്ഥായി ഭാവം തന്നെ, മിണ്ടാതിരിക്കുക. ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വിളിച്ചു പറഞ്ഞു, അതെ ഞാനിനി ഒരിക്കലും നിനക്കൊരു ശല്യമായിട്ട് വരില്ല. നീലു അവളും ഞെട്ടിലോട് നോക്കുന്ന കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു പോകും. അവളെയും നീലുവിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വിട്ടു. മനസ്സ് സന്തോഷത്താൽ തുള്ളിച്ചാടുകയായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നതിലുപരി അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന അറിവിൽ നിലത്തൊന്നും ആയിരുന്നില്ല അവളെ ഓർത്തിരുന്നു. പിന്നെ ഞാനിതിൽ തീരുമാനം കണ്ടെത്താൻ തീരുമാനിച്ചു. നാളെ തന്നെ എൻ്റെ ശ്രീകോച്ചിൻ്റെ പെണ്ണ് കാണാൻ പോകണം. പക്ഷെ എൻ്റെ ഏട്ടൻ നിൽക്കുമ്പോൾ ഞാനെങ്ങനെ? അപ്പം ഞാൻ ഏട്ടൻ വന്നപ്പോൾ തൊട്ട് തുടങ്ങി ഏട്ടനെ ചുറ്റിപ്പറ്റി. ഏട്ടൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു. ഒന്നുമില്ലേട്ടാ, അമ്മ നില പറഞ്ഞിരുന്നേ എൻ്റെ ഹരിയുടെ വേളി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. പിന്നെ ഏട്ടനിപ്പോൾ കല്യാണപ്രായം കഴിഞ്ഞല്ലോ, നമുക്ക് നാളെ പോയി കണ്ടാലോ? ഞാൻ എപ്പോഴാടാ ഹരിയുടെ വേളി കാണാമെന്ന് പറഞ്ഞ്? പെട്ടെന്ന് അമ്മയുടെ സ്വരം അവിടെ ഉയർന്നു. ഞാനാകെ വിളറി വെളുത്തു. അല്ലമ്മേ, അമ്മക്ക് ആഗ്രഹം കാണുന്ന ഞാൻ ഉദ്ദേശിച്ച്. എന്നെ കെട്ടിച്ചിട്ട് നിനക്കെന്താ കാര്യം? അതോ ഒന്നുമില്ല, അതിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ ബാച്ചിലർ. എനിക്കും വേണ്ട ഒരു കുടുംബവും കുട്ടികളൊക്കെ. പറഞ്ഞു കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ. അമ്മ നോക്കി ദയിപ്പിക്കുന്ന കണ്ടു. ഓ, അപ്പൊ അതിനാണ് അവന്റെ കല്യാണത്തിന് നിനക്ക് ഇത്ര ധൃതി? അതിന് കൂട്ടിക്കോ. ഇങ്ങനെ പെണ്ണിട്ട് നടക്കുന്ന ആർക്ക് വേണ്ടിയാ? അല്ല പിന്നെ നല്ലൊരു ജോലിയായില്ലേ? ഇനി നാളെ തന്നെ നമുക്ക് പോയി പെണ്ണ് കാണാൻ പോവാം. എന്നാ നാളെ തന്നെ പോവാം, അമ്മ പറഞ്ഞ് ഞാൻ ഞെട്ടി. മോനെ, മനസ്സിൽ ലഡു പൊട്ടി. ഹരിയേട്ടന്റെ പെണ്ണ് കാണൽ കഴിഞ്ഞു എന്റേത്. അല്ലമ്മേ, നാളെ തന്നെ പോയി എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊന്ന് പോവാം. അമ്മ ഇരുത്തി മൂളി. പക്ഷെ അമ്മ സമ്മതിച്ചെന്താന്ന് മനസ്സിലായില്ല. ഏട്ടനോടെല്ലാം പറഞ്ഞെങ്കിലും സ്ത്രീയെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ഞാനന്ന് രാത്രി മെല്ലെ അമ്മയുടെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. ഏട്ടൻ ഉറങ്ങി. എന്നെ കണ്ട അമ്മ തുറിച്ചു നോക്കി. അമ്മ ഉറങ്ങാതിരിക്കുകയായിരുന്നു. എന്താ കണ്ണാ ചുറ്റിത്തിരിയുന്നേ? അത് ഞാൻ മെല്ലെ അമ്മയുടെ അടുത്തിരുന്നു. മെല്ലെ അമ്മയുടെ മടിയിൽ തലവച്ച് കിടന്നു. അമ്മ എൻ്റെ മുള്ളിൽ സ്നേഹത്തോടെ തഴുകി. എന്താ കണ്ണാ? അതെ അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്തിനാ മുഖവരിയൊക്കെ? പറഞ്ഞു. അതിനു മുമ്പ് മറ്റൊന്ന്, നീ എന്തിനാ ദിവസവും ബസ് സ്റ്റോപ്പിൽ പോകുന്നത്? അതമ്മേ, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. ഞാൻ മെല്ലെ പറഞ്ഞ അമ്മയെ നോക്കി. അമ്മേനെ നോക്കി ചിരിക്കുന്നു. ഇത് പ്രതീക്ഷിച്ച പോലെ. എനിക്ക് തോന്നിയിരുന്നു നിന്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ. മിണ്ടിയില്ല എന്ന് മാത്രം. അമ്മ എന്നെ ചൂഴ്ന്ന് നോക്കി. ഞാൻ പിന്നെ എല്ലാം പറഞ്ഞു. നീലുവിനെ പരിചയപ്പെട്ടതും എൻ്റെ ഫ്രണ്ടായതും പിന്നെ ശ്രീയുടെ അവഗണനയും എൻ്റെ പ്രണയവും ഇന്നലെ നടന്നുമെല്ലാം പറഞ്ഞു. അമ്മ മിണ്ടിയില്ല. എന്നെ നോക്കി കിടക്കുന്ന കണ്ട്. കണ്ണന് ശരിക്കും ആ കുട്ടിയെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമമ്മേ. അവളില്ലാതെ എനിക്ക് പറ്റില്ല. അവൾക്ക് ഇഷ്ടമില്ലെന്ന് വെച്ചായിരുന്നു ഞാൻ മാറിയിരുന്നു. ഇനി അവൾ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ കരകയറ്റണം. എൻ്റെ പെണ്ണായിട്ട് അമ്മയുടെ മരുമകളായി അവൾ നമ്മുടെ വീടിൻ്റെ പഠിച്ച വിട്ടണം. ഞാൻ പറഞ്ഞ അമ്മേൻ്റെ കവിളിൽ നിന്നുള്ളി. എന്നിട്ട് എന്നോട് മിണ്ടിയോടാ ഇതിനെക്കുറിച്ച്? അമ്മ ചെവി പിടിച്ച് തിരിച്ചു. അത് പിന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ദാസ എന്നല്ലേ. കള്ളന്മാര് രണ്ടും എന്നെ പറ്റിച്ചു. അമ്മ പിറുവിറുത്തു. എനിക്കൊന്നും മനസ്സിലായില്ല. മോനെ കണ്ണാ, നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ, അവൾ നീ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ പോവാടാ. നിന്റെ ഹരിയുടെ ഒരുമിച്ച് നടത്താം. എന്നെ ചേർത്ത് പിടിച്ച് അമ്മ പറഞ്ഞ് കണ്ണു നിറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ച ശേഷം കവിളിലൊന്ന് മുത്തി റൂമിൽ വന്ന് കിടന്നു. ഹരിയേട്ടൻ ആരെയാ കാണാൻ പോകുന്നതെന്ന് ആലോചിച്ചു. പിന്നെ നാളെ അറിയാമെന്ന് വെച്ച് കിടന്നു. അപ്പോഴെൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. എൻ്റെ പെണ്ണിനെ ഓർത്തപ്പോൾ വിടർന്ന ചിരി. പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ചു മാറ്റി വന്നു. അമ്മ അമ്പലത്തിൽ പോയി വരുന്ന കണ്ടു. ഏട്ടന് റെഡി ആയിട്ടുണ്ട്. ഏട്ടന് ഇതിനു മുമ്പ് പെണ്ണ് കാണാൻ പോയെങ്കിലും ഒറ്റ എണ്ണത്തിനും പിടിക്കില്ല. മുടക്കും പോലെ തോന്നിയത്. പിന്നെ ഏട്ടന് തേപ്പിട്ടിരുന്നു. പിന്നെ ഞങ്ങളും കരുതി അതിൽ നിന്നൊക്കെ കരകയറിക്കോട്ടെ എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആദ്യം ഏട്ടൻ്റെ പെണ്ണ് കാണാൻ പോയി. പക്ഷേ റൂട്ട് തിരിഞ്ഞപ്പോഴാണ് ശ്രീയുടെ വീട്ടിലേക്കാണെന്ന് അറിഞ്ഞത്. ഞാൻ ഞെട്ടി നോക്കി. അമ്മേനെ നോക്കി കണ്ണടച്ച് കാണിക്കുന്ന കണ്ടു. ഏട്ടൻ മിണ്ടാ നിൽക്കുന്നു. അവിടെ ചെന്ന് കയറിയപ്പോൾ കണ്ടത് ഉമ്മർത്തിരിക്കുന്നുണ്ട് 3 ആളും. അവരെല്ലാം വെപ്രാളത്തോടെ എണീക്കുന്ന കണ്ടു. അവർക്കൊരു സൂചന പോലും കൊടുത്തിരുന്നില്ല. ആരിത് കണ്ണനാ? വാ. എന്നെ കണ്ടതും ദേവമ്മ സ്നേഹത്തോടെ പറഞ്ഞു. ഞാനും ഏട്ടനും അമ്മയും കയറിയിരുന്നു. ഓൻ്റെ അമ്മയാണോ ഇത്? അമ്മയെ നോക്കി ദേവമ്മ ചോദിച്ചാൽ ചിരിച്ചു. അത് എൻ്റെ അമ്മയാണ്. പിന്നെ ഇതെൻ്റെ ഏട്ടനും. ദേവമ്മ ചിരിച്ചു. നീലവും ശ്രീ ഉള്ളിലേക്ക് ഓടുന്ന കണ്ടു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.
ദേവമ്മ പറഞ്ഞതും അമ്മ വേണ്ടെന്ന് സ്നേഹത്തോടെ നിരസിക്കുന്നത് കണ്ടു. പിന്നെ ദേവമ്മ എന്നെ പറ്റിയും നീലുവിനെ പറ്റിയും സ്ത്രീയെ പറ്റിയൊക്കെ പറഞ്ഞു. അമ്മയേട്ടനും കേട്ടിരുന്നു. ഞങ്ങൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ വന്ന്. അമ്മ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവർ സംശയത്തോടെ നോക്കി. മക്കളെ ഒന്ന് വിളിക്കുകയോ? അമ്മ പറഞ്ഞു. ദേവമ്മ അവരെ വിളിച്ചു. രണ്ടും നിന്നും പരിങ്ങുന്ന കണ്ടു. സ്ത്രീയുടെ നൃത്തം കണ്ട് ചിരിയാണ് വന്നത്. പക്ഷെ നീലു എന്തിനാ പരിങ്ങുന്നത്? അവളുടെ കണ്ണ് ചുറ്റും പരതുന്ന കണ്ടു. അമ്മ രണ്ടാളെയും നോക്കി. ആദ്യം സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു, പിന്നെ നീലുവിൻ്റെ അടുത്തേക്കും. ഇവരെ രണ്ടാളെ എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായിട്ടോ ഈ മിടുക്കികളെ. എനിക്ക് തന്നേക്കാവോ? മരുമക്കളായിട്ടല്ല, മകളായിട്ട് ഞാൻ നോക്കിക്കോളാം. അമ്മ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഹരിയേട്ടൻ, നീലു എന്തോ ഇവിടെയോ തകരാറ് പോലെ. ദേവമ്മ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാൻ നിൽക്കുന്നു. ഞാൻ പിന്നെ അമ്മ എൻ്റെ ഇഷ്ടത്തെ പറ്റിയെല്ലാം പറഞ്ഞു. ശേഷം പറഞ്ഞു ഹരിയേട്ടന് നീലുവിന് ഇഷ്ടമാണെന്ന്. കോളേജിൽ വെച്ച് ഇഷ്ടപ്പെട്ടതാണെന്നും നീലു ഒരുപാട് എതിർത്തുവെങ്കിലും പിന്നെ ഈ ഏട്ടൻ പുറകെ നടന്നപ്പോൾ ആ സ്നേഹം കണ്ട് ഇഷ്ടപ്പെട്ടുവെന്നും അനിയത്തിയുടെ ഒപ്പമല്ലാതെ തൻ്റെ യുവാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടും അവൾക്കായി കാത്തിരുന്നാണെന്നും പറഞ്ഞു. ഏട്ടൻ PG വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2.5 വർഷമായി പ്രണയിക്കുന്നു എന്ന സാരം എല്ലാം കേട്ട് ഞെട്ടി പണ്ടാരടങ്ങിയിരിക്കാനേ ആവുള്ളൂ എനിക്ക്. പിന്നെ ഞാൻ ഇന്നലെ പറയും മുമ്പ് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു ഞാൻ നീലുവിനെ നോക്കി. പിന്നെ ഹരിയേട്ടനെ വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടിനും. അപ്പൊ നീലു വഴി ഹരിയേട്ടനെ എൻ്റെ എല്ലാം അറിയുമായിരിക്കും. എന്നാലും എൻ്റെ ഇത്രയും വലിയ ഫ്രണ്ടായിട്ട് അവൾ പറഞ്ഞില്ലല്ലോ എന്ന് സ്വല്പം വിഷമത്തോടെ തന്നെ ഓർത്തു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവമ്മ കണ്ണുടക്കുന്ന കണ്ടു. പക്ഷേ നിങ്ങളൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരാ. ഞങ്ങള് അത് കണ്ട് അമ്മ രണ്ടാളെയും ചേർത്ത് പിടിച്ചു. എനിക്ക് വേണം രണ്ടിനെ, 2 കള്ളന്മാർക്ക് കഞ്ഞി വെക്കാൻ. ദേവമ്മ അമ്മയുടെ അടുത്ത് വന്നു. എന്നിട്ട് അമ്മയുടെ കൈ പിടിച്ചു. ആ അമ്മ മനം നിറഞ്ഞെന്ന് മനസ്സിലായി. ചോദിക്കാനെന്താ, എടുത്തോ രണ്ടിനെ. സന്തോഷം മാത്രമേ ഉള്ളൂ. അതും എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതാവുമ്പോൾ, ഇത്രയും സ്നേഹം നിറഞ്ഞ കുടുംബത്തിലേക്കാവുമ്പോൾ സന്തോഷം മാത്രം. അവരെന്നോട് പറഞ്ഞില്ലെന്നൊരു പരിഭവം മാത്രമേ ഉള്ളൂ. രണ്ടാളും തലതാഴ്ത്തി നിൽക്കുന്നു. സ്ത്രീയുടെ കണ്ണു നിറയുന്നുണ്ട്. അമ്മ തുടച്ചു കൊടുത്തു. പിന്നെ ദേവകിയെയും കൊണ്ടുപോകും, തന്നെ ഒറ്റയ്ക്ക് നിർത്തി പോവില്ല കേട്ടോ. ദേവമ്മയുടെ കൈ പിടിച്ച് സൗഹാർദ്ദത്തോടെ അമ്മ പറഞ്ഞു. ദേവമ്മ കരയുന്നുണ്ട്. അത് സന്തോഷം കൊണ്ടായിരുന്നു. അമ്മ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. ഞങ്ങളത് നോക്കി നിന്നു. എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അമ്മ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. ഒപ്പം ഹരിയേട്ടന്. ഏട്ടനെ ഞാൻ ചെറിഞ്ഞൊന്ന് നോക്കിയെങ്കിലും ഏട്ടനൊന്ന് ചിരിച്ചു. വീട്ടിലെത്തട്ടെ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ആ ഒരു മുറിയിലെത്തിയിരുന്നു. ഞാൻ സ്ത്രീയുടെ റൂമിൻ്റെ അവിടെ എത്തിയതും ജനലിൻ്റെ അടുത്ത് നിൽക്കുന്നവളെ കണ്ടു. മെല്ലെ ചെന്ന് ആ കരം കവർന്നു. അവളുടെ അപ്രാളം തിരിച്ചറിയാമായിരുന്നു. എന്തിനാ ഈ പൊട്ടി ഇങ്ങനെ സ്നേഹിക്കുന്നേ? കൈവിരലെണ്ണി അവൾ ചോദിച്ചതും ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. നിന്നെയല്ലാതെ ആരെയാടി ഞാൻ സ്നേഹിക്കുക? എൻ്റെ സ്ത്രീകുട്ടിയല്ലാതെ. അമ്മ പറഞ്ഞിരുന്നു കണ്ണേട്ടൻ എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമെന്ന്. വീണ്ടും അതുപോലെ ആംഗ്യത്തിൽ അവൾ പറഞ്ഞു. അമ്മ സമ്മതിച്ചല്ലോ, ഇനിയെന്താ? പക്ഷേ ഞാൻ നോക്ക് ശ്രീ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിനക്ക് എന്ത് കുറവാണുള്ളത്? സംസാരിക്കാൻ നിനക്ക് കഴിയാത്ത ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇനിയോട്ട് തോന്നൂല്ല. സഹതാപം തോന്നിയിട്ടല്ല, ഇഷ്ടം തോന്നിയിട്ടാ പെണ്ണെ. അവളുടെ കൈ പിടിച്ച് ആ കണ്ണിൽ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറയുന്ന കണ്ടു. ആ കണ്ണീർ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. സമതലേ ഈ പെണ്ണിന്, ഈ കണ്ണേട്ടൻ്റെ പെണ്ണാവാൻ. മറുപടിയായി അവൾ മിണ്ടിയില്ല. ശല്യാണെങ്കിൽ ഇനി വരില്ല ഞാൻ. അതും പറഞ്ഞ് അവൾ എന്നിൽ നിന്ന് നടത്തി മാറ്റാൻ നിന്നും ഒരു ഇരമ്പലോടെ എന്നെ അവൾ കെട്ടിപ്പിടിച്ചിരുന്നു. എൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു. അവൾ ഇരുകൈകൾ കൊണ്ട് എന്നിൽ വരിഞ്ഞു മുറുക്കുമ്പോൾ ചിരിയോടെ നിന്നുകൊണ്ട് ആ പെണ്ണിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. എൻ്റെ പെണ്ണിന് സംസാരിക്കാൻ ഇനി ഞാനുണ്ടാവുമെന്നും. നീലുവിൻ്റെ ആ പോസ്റ്റ് ഞാനിങ്ങ് എടുക്കുവാണേ. മനസ്സിൽ മൊഴിഞ്ഞുകൊണ്ട് ആ നെറ്റിയിൽ സ്നേഹമുദ്ര പതിപ്പിച്ചു. ഇന്നലെ ഞാനങ്ങനെ പറഞ്ഞോ പേടിച്ചോ എൻ്റെ പെണ്ണ്? ഞാൻ ചോദിച്ചതും ഒത്തിരി എന്ന് പറയും പോലെ അവളുടെ കൈകൾ എന്നിൽ മുറുകി. ഞാൻ കുറെ വിഷമിപ്പിച്ചില്ലേ? അപ്പം എൻ്റെ കൊച്ചിനെ കുറിച്ച് ടെൻഷൻ അടിപ്പിക്കാന്ന് വെച്ചു. കുസൃതിയോടെ പറഞ്ഞ് അവളെന്നെ തോളിലടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഞാനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് പിന്നെ വേഗം അവിടുന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്നു. ആർക്കും ഡൗട്ട് അടിക്കരുതല്ലോ. നീലുവിനെ കണ്ടത് ദയിപ്പിച്ച് നോക്കി. അപ്പോൾ അവൾക്ക് അറിയായിരുന്നു. ഞാൻ മുഖം തിരിച്ച് അവൾ ഓടി വന്നതിനോട് പറഞ്ഞു. ഹരിയേട്ടൻ ആരോടും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ആദ്യം അവൾക്കും അറിയില്ലായിരുന്നു ഞാൻ ഏട്ടൻ്റെ അനിയനാണെന്ന്. പിന്നെ എന്നെ പറ്റി അവൾ ഹരിയേട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ ഏട്ടൻ്റെ അനിയനാന്ന്. എൻ്റെ പ്രണയം ഞാൻ ഏട്ടനോട് മറച്ചു വെച്ചുകൊണ്ടാണ് ഏട്ടനും മറച്ചെന്നും പറഞ്ഞ് കോക്രി കാണിച്ചു. ദുഷ്ടൻ. എത്രയൊക്കെ ആയാലും എൻ്റെ ഹരിയേട്ടൻ്റെ തീരുമാനത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ നീലുവിൻ്റെ വീടിൻ്റെ പടിയടന്ന് എൻ്റെ ഏർത്തിയായി എൻ്റെ ചങ്കായിട്ട് വന്നാൽ പൊളിക്കും. ഏതായാലും ഒരുവിധം സെൻറ്റി അടിച്ച് നീലു പിണക്കം മാറ്റി. പക്ഷെ ഹരിക്കുട്ടനോടും മിണ്ടിയില്ല. വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞ് അതൊക്കെ കണ്ട് മാറിയുന്ന അമ്മയും ദേവമ്മയും ശ്രീയും ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ നോക്കി കണ്ണിറുക്കിയത് അവളെ ചിരിച്ചുകൊണ്ട് ഓടുന്ന കണ്ട് അവളുടെ ചുവന്ന് തുടുത്ത മുഖം മനസ്സിൽ പതിഞ്ഞു. ചിരിയോടെ ഓരോന്നും പറഞ്ഞുറപ്പിച്ച് ആ പടിയിറങ്ങുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമായിരുന്നു.
ഇനി മുതൽ സ്ത്രീക്ക് താളമായി, അവൾക്ക് സ്വരമായി ഈ ഗിരീഷ് കൂടെ ഉണ്ടാവും. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്